നമസ്കാരം സാറേ. എവിടെ പുതിയ കമ്പനിയുടെ രേഖകൾ? എനിക്ക് കമ്പനി ഒന്നുമില്ല, കമ്പനി ഉള്ളത് ഇവർക്കാ. ഡോക്യുമെന്റ്സ് എല്ലാം കീറിയാം. ഗുഡ്. അടിയിലൂടെ എന്തെങ്കിലും പാരയുണ്ടോ എന്ന് ഞാൻ പിന്നീട് നോക്കിക്കോളാം. എന്തായാലും കമ്പനിയോട് നോക്കിക്കോളൂ. മിസ്റ്റർ അഥവർണൻ, മനസ്സിലായില്ലേ? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡെറ്റർ, കടക്കാരൻ. ഇയാൾ ഉത്തമർണൻ, ക്രെഡിറ്റർ, അതായത് കാശ് കിട്ടാനുള്ള വ്യക്തി. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അധമർണനും ഉത്തമർണനും ഞൊടിയിടയിൽ മറുപടി തരണം. അതായത് ആലോചിച്ച് കള്ളം പറയരുത്. മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? ആലോചിച്ച് കള്ളം പറയരുതെന്ന്. നോ, ആലോചിക്കാതെയും കള്ളം പറയരുത്. നിങ്ങൾ കമ്പനി വിടുമ്പോ എത്രയായിരുന്നു കമ്പനിയുടെ കടബാധ്യത? 2 കോടി. ലിക്വിഡ് ക്യാഷ് ഓർ സോളിഡ് കൈൻഡ്? 2 കോടി. കമ്പനിയിൽ പോകാതിരുന്നിട്ടും മേനോന്റെ മകളുടെ കല്യാണത്തിനു വേണ്ടി ബാങ്കിൽ ഇട്ടിരുന്ന 20 ലക്ഷം രൂപയും പിൻവലിച്ചല്ലോ. തലയാട്ടിയാ പോരാ, എനിക്ക് ആടാത്ത മറുപടിയാണ് വേണ്ടത്. ആ തുക നിങ്ങൾ എന്താവശ്യത്തിന് ചെലവഴിച്ചു? കമ്പനിയുടെ കടങ്ങൾ വീട്ടാൻ. കറക്റ്റ്, എല്ലാം കോടതി പറഞ്ഞ പോലെ തന്നെ ഉണ്ട്. പക്ഷെ എനിക്ക് അതല്ല വേണ്ടത്. നിങ്ങളൊരു സൂത്രശാലിയാണെന്ന് എനിക്കറിയാം. ദൈവമേ, ഞാനോ? ആരോട് ചോദിച്ചാലും എന്നെ കുറിച്ച് അറിയാം. എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. തുറക്കുന്നത് കൊള്ളാം, മലർന്ന് കീറി പോകരുത്. പുസ്തകം അടച്ചു വയ്ക്കൂ. ബൈ ദി ബൈ, സർവ്വ സ്വത്തുക്കളും സ്വന്തം ഭാര്യയ്ക്ക് ഒരു അർദ്ധരാത്രിയിൽ ഇഷ്ടദാനമായി എഴുതി കൊടുക്കാൻ മിസ്റ്റർ നായരെ പ്രേരിപ്പിച്ച തരളിത വികാരം എന്താണ്? സീത സ്നേഹപൂർവ്വം എന്നെ നിർബന്ധിച്ചു. എപ്പോൾ, എവിടെ വെച്ച്? കിടപ്പറയിൽ. നേരത്ത്. എന്നിട്ട് രണ്ടുപേരും കൂടി ജോയിന്റ് പെറ്റീഷൻ കൊടുത്ത് ഡിവോഴ്സും ചെയ്തു. താങ്ക് യു. യുവർ ആർഗ്യുമെന്റ്സ് ആർ എക്സാജറേറ്റഡ്, കാപ്രീഷ്യസ് ആൻഡ് റിഡിക്യുലസ്. സൂക്ഷിക്കണം. മിസ്റ്റർ ബാലേന്ദ്രൻ, പ്രധാന ഉത്തമർണൻ, ഇയാൾ പറഞ്ഞതൊക്കെ ശരിയാണോ? പച്ചക്കള്ളമാണ് സർ. ഞങ്ങളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ചതിയും ഗൂഢാലോചനയുമാണ് ഇതിന്റെ പിന്നിൽ. ഫ്രോഡുലന്റ് മിസ്റെപ്രസന്റേഷൻ ഓഫ് ഫാക്ട്സ്, IPC സെക്ഷൻ 4. വകുപ്പുകൾ ഞാൻ പറഞ്ഞോളാം, അതെന്റെ ഇഷ്ടം പോലുണ്ട്. ബാർബർക്ക് രോമത്തിന് പഞ്ഞുണ്ടാവില്ലല്ലോ. മിസ്റ്റർ ബാലേന്ദ്രൻ, ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കടബാധ്യതകൾ തീർക്കാൻ നിവൃത്തിയില്ലാത്ത പാപ്പരായ ഒരു സാധു മനുഷ്യനെ കോടതി വ്യവഹാരങ്ങളിലൂടെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് ഈ ഹർജി എന്ന് കോടതിക്ക് ബോധ്യം വന്നാൽ സെക്ഷൻ 468 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം നിങ്ങൾക്ക് കിട്ടും 3 വർഷം തടവും കൂടെ നല്ല പിഴയും. ഈ ഫോളോ മീ. അത് മതി സാർ. പ്ലീസ്. ഞങ്ങളുടെ പൈസ തിരിച്ചു കിട്ടുമോ സാർ? ലെറ്റ് മീ സീ. മിസ്റ്റർ നായർ, എന്താ? ഭയപ്പെടണ്ട. ഇഷ്ടദാനം എഴുതിയതും വിവാഹമോചനം വഴി പാപ്പരായതും നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷപ്പെടാനാണെന്ന് കോടതിക്ക് ബോധ്യം വന്നാൽ സെക്ഷൻ 4 ഓഫ് ഇൻസോൾവൻസി ആക്ട് പ്രകാരം നിങ്ങളുടെ സകല വസ്തുവകകളും കോടതി ഏറ്റെടുത്ത് ഇവർക്ക് വിതരണം ചെയ്യും. യു അണ്ടർസ്റ്റാൻഡ്? എല്ലാവർക്കും പോകാം. ഞാൻ വിളിക്കുമ്പോൾ വരണം. ചിലപ്പോ വിളിക്കാതെയും വരേണ്ടി വരും. ഞാനൊരു പാവം നായരാണ് സാർ. കമ്മീഷനെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്. യു അണ്ടർസ്റ്റാൻഡ്? യു ഗോ മാൻ. അത് മതി, അത് മതി. ഞാനിപ്പോ സുന്ദരനാക്കി തരാം. വേണ്ട, വേണ്ടെന്ന് പറഞ്ഞില്ല. നന്നായിട്ടുണ്ട്. ആരാത്? വേണ്ടപ്പെട്ട ഒരാളാ. വേണ്ടപ്പെട്ട ആളാന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ട ഒരാള് രമേശൻ. അവന്റെ ചില സമയത്ത് തമാശകൾ കാണണം, നീ കണ്ടല്ലേ? ഇതിനകത്ത് എന്താണ് ബിസിനസ്? അത് കൊള്ളാം. പാതിരാത്രിക്ക് എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് ചോദിക്ക ഇതിനകത്ത് എന്താ ബിസിനസ്. ഇത് നിങ്ങളുടെ വീടാണെന്നോ? അപ്പൊ പാപ്പരാകാൻ വേണ്ടി കോടതിയിൽ പറഞ്ഞതൊക്കെ പച്ച കള്ളമാണെന്നോ? ഏതായി ഉമ്മൻ? ഉമ്മനോ? ഉമ്മനല്ല, ഉമൺ, സ്ത്രീ. അതെന്റെ ഭാര്യ. ആ മുഖം എല്ലാത്തിനും ഒരു അതിരുണ്ട്. ഞങ്ങളുടെ കിടപ്പുമുറി വന്നിട്ട് ഞങ്ങൾ എഴുന്നേൽപ്പിച്ചിട്ട് എന്റെ ഭാര്യയുടെ മുഖം കാണുന്നു പറഞ്ഞാൽ സ്റ്റോപ്പ് യുവർ ബ്ലീഡിംഗ് നോൺസെൻസ്. ഇവർ നിങ്ങളുടെ ഭാര്യയോ? കോടതി രേഖകൾ പ്രകാരം ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ 13B അനുസരിച്ച് ഈ സ്ത്രീയെ നിങ്ങൾ 31/3/97 മോർണിംഗ് 11:30 ഡിവോഴ്സ് ചെയ്തു. യു ഫോളോ മീ? എന്നിട്ടും ഈ സ്ത്രീയുമായി നിങ്ങൾക്ക് എന്താ ബന്ധം? യാതൊരു ബന്ധമില്ല. Then this is house trespassing in the midnight, which is punishable under section 456 of IPC. പാതിരാത്രിയിൽ പരസ്ത്രീയുടെ പട്ടുമെത്തയിൽ പള്ളി ഉറങ്ങാൻ ഒരു സാധാരണ പൗരന് അവകാശമില്ല. പിന്നെയാണോ ഒരു പാപ്പർക്ക് പാപ്പരെ 3 വർഷം തടവും പിഴയും. ഇതെന്തിനാണ് ഈ പുള്ളി? പാപ്പർക്ക് കണ്ടുപെടാതിരിക്കാനാണോ? താനൊന്ന് ഇറങ്ങിപ്പോണ്ട. This is my duty. I will enter at any time, any place, any moment. ഡിവോഴ്സ് നേടി നാട്ടുകാരെ മണ്ടന്മാരാക്കിയതോ പോട്ടെ, നിയമത്തിന്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് വീണ്ടും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി സുഖിച്ച് ജീവിക്കുകയാണല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സമ്മതിച്ചാൽ മതി. നിങ്ങൾക്കൊരു 7 വർഷത്തെ പ്രശ്നം വരും. അതോടെ എന്റെ ഡ്യൂട്ടി തീരും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ല. വെറുതെ കുനിച്ചുണ്ടാക്കരുത്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവരുടെ മുറി കരുത്? പറയൂ. ബോറടി മാറ്റം വെറുതെ ഒന്ന് കരുതാ. അന്യ സ്ത്രീയുടെ കിടപ്പറ നിങ്ങൾക്ക് ബോറടി മാറ്റാനുള്ള സുവാസ കേന്ദ്രമാണോ? അതും ക്രിമിനൽ ട്രസ്പാസ് സെക്ഷൻ 442. ജാമ്യം കിട്ടുകയല്ല, നോൺ ബെയിലബിൾ ഒഫൻസ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, അനാവശ്യ ചിന്തയോടെ ഈ പെണ്ണുമ്പിള്ളയുടെ മുറിയിൽ വലിഞ്ഞു കയറാമെന്നുള്ള വ്യാമോഹം മനസ്സിലുണ്ടെങ്കിൽ അതിപ്പോഴേ പറിച്ചു കളഞ്ഞേരെ. രാവും പകലും ഞാൻ ഈ വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ടാവും.
അടുത്ത 3 മാസം ഞാൻ ഈ വീടിന്റെ മുകളിൽ കാർമേഘമായി ചൂഴ്ന്നു നിൽക്കും. 90-ാം ദിവസം ഒരു പേമാരിയായി പെയ്ത് താഴേക്ക് ഇറങ്ങുമ്പോൾ തോക്കുകൾ പലരും കടപുഴകി വീഴും. വീണവൻ കൈയോടെ കാരാഗ്രഹത്തിലാവും, വീഴാത്തവന് കോടതിയുടെ കാരുണ്യം കിട്ടും. യു അണ്ടർസ്റ്റാൻഡ്? വേഗം സ്ഥലം കാലിയാക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ? ഇപ്പൊ തന്നെ വേണം. ഗെറ്റ് ഔട്ട്. നിങ്ങൾ അകത്ത് വാലടിച്ചോളൂ. നിങ്ങളോടല്ല, നിങ്ങൾ പുറത്തേക്ക് പോകണം. ക്ലിയർ ദ പ്ലേസ്. അച്ഛാ, അധമർണം നായരെ, ദാമ്പത്യത്തിന്റെ ആദ്യത്തെ കല്ലിളകി വീണു അല്ലേ? സ്വന്തം വീട്ടിൽ കയറി ചെല്ലാൻ പറ്റില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക? എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിനകത്ത് കയറും. ഞങ്ങൾ ഒരുമിച്ച് കഴിയും. പ്രതാപസിംഹമല്ല, അവന്റെ അച്ഛനെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. അതെ, വിറ്റ കാശ് എണ്ണി നോക്കുമ്പോ 500 രൂപ കൂടാൻ പാടില്ല കേട്ടോ. നമ്മൾ 500-ന് താഴെ വിലയുള്ള പാപ്പരാണ്. നീ പോടാ. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിലും വലിയ ആപത്തുകൾ തനിക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. മിസ്റ്റർ മാധവൻ നായരും നിങ്ങളുടെ ഹസ്ബൻഡും തമ്മിൽ വളരെ അടുപ്പത്തിലാണ്. അതെ. ഏതെങ്കിലും സന്ദർഭത്തിൽ മിസ്റ്റർ മാധവൻ നായർ നിങ്ങളുടെ അച്ഛനുമായി വഴക്കൂടിയിട്ടുണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് ഒരു കുടുംബം പോലെ വളരെ സ്നേഹത്തിലാണ് നിങ്ങൾ കഴിഞ്ഞിരുന്നത്. അതെ സർ. നിങ്ങൾ പറഞ്ഞതുപോലെ മാധവൻ നായർ നിങ്ങളെ ചതിച്ചതാണെങ്കിൽ അതിന്റെ മോട്ടീവ്, ലക്ഷ്യം എന്താ? ആരും ഒന്നും മിണ്ടാത്തത്? സ്ഥാപനത്തിന് അപ്രതീക്ഷിതമായി കുറെ ബാധ്യത വന്ന് കയറിയപ്പോ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കുബുദ്ധി തോന്നിയതാവും എന്നേ പറയാൻ പറ്റൂ. ദാറ്റ്സ് ഓൺലി എ പോസിബിലിറ്റി. അത് മുഖവിലക്കെടുക്കാൻ കമ്മീഷന് കഴിയില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഞാൻ ഇറങ്ങുകയാണ്. ആവശ്യപ്പെട്ടാൽ ക്വസ്റ്റ്യനിങ്ങിന് ഓഫീസ് വരെ വരേണ്ടതായിട്ട് വരും. സാർ കുടിക്കാൻ എന്തെങ്കിലും? സോറി, കൃത്യനിർവഹണത്തിനിടയ്ക്ക് ഞാൻ ആരുടെ ഔദാര്യങ്ങൾ സ്വീകരിക്കാറില്ല. ദാറ്റ്സ് മൈ പോളിസി. വരട്ടെ. Don't repeat this. സീതേ, സീതേ, ഞാൻ വന്നു. വാതില് തുറക്ക്. ആ കള്ളസിംഹം കാണാണ്ടാ ഞാൻ വന്നേ. തുറക്ക്. പാപ്പരേ, ഇവിടെ വരൂ. ലർക്കിംഗ് ഇൻ ഹൗസസ് ബൈ മിഡ് നൈറ്റ്. അർദ്ധരാത്രിയിൽ നിഗൂഢ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അന്യവീടിന് പരിസരങ്ങളിൽ മറഞ്ഞു നിൽക്കുക. വകുപ്പ് ഏതാണെന്നറിയോ? IPC സെക്ഷൻ 356. തനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ 3 കൊല്ലം വരെ കിട്ടും. ഇനി പോകാം. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഒരു മുറി വേണം. എന്താ സാറേ, വീട്ടിലാരും ഇല്ലേ? ഒരു രസത്തിന് ഭാര്യയ്ക്ക് ഒരു സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് കരുതിയ. സാറിന് 500 കൊടുക്ക. പെട്ടിയില്ല സാറേ. തൽക്കാലം ഉടുതുണി മാത്രമേ ഉള്ളൂ. പെട്ടിയില്ലെങ്കിൽ മുറി തരില്ലേ?